തൃശൂർ മുണ്ടത്തിക്കോട് നടന്ന ദുരന്തം മലയാളികളെ ഒന്നടങ്കം നടുക്കിയിട്ടുണ്ട്. മലയാളികളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തിനാണ് പൂരത്തിൽ എന്തിനാണ് വെടിക്കെട്ട്? പൂരം വേണ്ട എന്ന അഭിപ്രായക്കാരനല്ല ഞാൻ. പക്ഷേ ഈ വെടിക്കെട്ട് അല്ലെങ്കിൽ കമ്പം എന്തിനാണ് നടത്തുന്നത്? അത് ആചാരത്തിൻ്റെ ഭാഗമാണോ അതോ ആൾക്കൂട്ടത്തെ ആവേശഭരിതരാക്കാനുള്ള മത്സരത്തിൻ്റെ ഭാഗമാണോ എന്ന് ഈ തിരുവമ്പാടിയും പാറമേക്കാവും അവരൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. നമുക്ക് നഷ്ടപ്പെട്ടത് 14 ജീവനാണ്. ഇനിയും 5 വ്യക്തികൾ, പരിക്കേറ്റ ആളുകളുടെ നില അതീവ ഗുരുതര അവസ്ഥയിൽ തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 3:20 ഈ വെടിക്കെട്ട് പുരയിൽ സ്ഫോടനം നടക്കുന്നത്. 5 കമ്പപ്പുരകൾ പൂർണ്ണമായി കത്തി നശിച്ചു. ശരീരഭാഗങ്ങൾ, മനുഷ്യ ശരീരങ്ങൾ, അവിടെ പാടിയും കഥ പറഞ്ഞുമൊക്കെ ജോലി ചെയ്തിരുന്ന സാധാരണക്കാരായ മനുഷ്യർ വെന്ത് അമർന്നു, പൊട്ടി ചിന്നി ചിതറിപ്പോയി. ഈ കാഴ്ച കാണുമ്പോൾ സ്വാഭാവികമായും മനസാക്ഷിയുള്ള മലയാളി മാറി ചിന്തിച്ച് തുടങ്ങണം. ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത് വലിയ കൂനമ്പായിക്കുളം എന്നൊരു എഞ്ചിനീയറിംഗ് കോളേജ് ഇവിടെ പാരിപ്പള്ളിയിലുണ്ട്. അവിടെ ഒരു മിടുക്കനായ ചെറുപ്പക്കാരൻ, വിദ്യാർത്ഥി, അദ്ദേഹത്തിന് സ്വന്തം സ്റ്റാർട്ടപ്പ് തന്നെ കോളേജ് തയ്യാറാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹമൊക്കെ കണ്ടെത്തിയ ചില നൂതന സങ്കേതങ്ങളുണ്ട്. അതായത് വെടിക്കെട്ട് അപകടരഹിതമായി തന്നെ ഈ വെടിക്കെട്ട് പൂരം കാഴ്ചകളൊക്കെ ഒരുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ലൈറ്റ് ഷോയും സൗണ്ട് ഷോയും ഒക്കെ അവർ വിഭാവന ചെയ്തിട്ടുണ്ട്. അത്തരം സംഭവങ്ങളിലേക്ക് മാറാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒന്നുകിൽ തന്നെ ആ തമിഴ്നാട്ടിൽ 25 ആളുകളുടെ ഇടയാക്കിയ വെടിപ്പുരയിലെ സ്ഫോടനം നമ്മൾ കണ്ടു കഴിഞ്ഞു. മലയാള പത്രങ്ങളൊക്കെ വളരെ കുറച്ചേ കൊടുത്തുവെങ്കിലും ഇംഗ്ലീഷ് പത്രങ്ങൾ, ദേശീയ ദിനപത്രങ്ങളൊക്കെ വലിയ വാർത്തയായി തന്നെ ആ ദുരന്തം ചിത്രീകരിച്ച് 2 ദിവസം കഴിയുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ ഇങ്ങനെ ദുരന്തത്തിൽപ്പെടുന്നത്. 2006 മെയ് മാസം ഇതുപോലെ ഒരു ദുരന്തം അവിടെ സംഭവിച്ചിരുന്നു. അന്ന് ഇതേമാതിരി തന്നെയാണ്. മാധ്യമപ്രവർത്തകരെയൊക്കെ വിളിച്ച് ഈ ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന് കാണിക്കുന്നു. അതിനുശേഷം അവിടെ ഈ കമ്പപ്പുരയിൽ അപകടം സംഭവിക്കുന്നു. അന്ന് 7 പേരാണ് മരിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അതുപോലെ തന്നെ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലെ വെടിക്കെട്ട് 110 പേരാണ് ചിന്നിച്ചിതറിപ്പോയത്. ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ വെടിക്കെട്ട് ദുരന്തം, ചെറുതും വലുതുമായ അപകടങ്ങൾ മറ്റ് ധാരാളം നടക്കുന്നുണ്ട്. ഈ അപകടം നടക്കുന്ന അല്ലെങ്കിൽ അപകടമുണ്ടാകുമെന്ന് നമുക്കറിയാവുന്ന കാര്യം എന്തിനാണ് നമ്മൾ വീണ്ടും ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ ഇത് പൊട്ടിക്കാൻ വേണ്ടി വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഇത് വേണമോ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിയുന്നു. ഒരു പക്ഷേയെങ്കിൽ ആചാരവാദികളും അനുഷ്ഠാനവാദികളുമായ കുറേ ആളുകൾ ഇവിടെയുണ്ട്. അല്ലെങ്കിൽ ഇത് കാണുന്ന പ്രേമികളുണ്ട്, കമ്പപ്രേമികൾ, ആനപ്രേമികൾ തുടങ്ങിയ കുറേ പ്രേമികളുണ്ട്. ഈ പ്രേമികൾ അറിയുന്നില്ല ഈ സാധാരണക്കാരുടെ കുടുംബങ്ങൾക്കുണ്ടാകുന്ന വലിയ നഷ്ടം. അംഗവൈകല്യം സംഭവിച്ചവരുണ്ട്, ഇപ്പോഴും കേൾവിശക്തി ശരിയായി കിട്ടാത്ത ആളുകളുണ്ട് പുറ്റിങ്ങിൽ. അതുപോലെ നമ്മൾ ഓർത്തു നോക്കുക, ഇതിൻ്റെ ആഘാതം എത്ര വലുതാണ്. ഇത് മനസ്സിലാക്കിയിട്ടെങ്കിലും ഇനിയെങ്കിലും ഇത് വേണ്ട, ഈ വെടിക്കെട്ടും കമ്പവും ഒന്നും നമുക്ക് വേണ്ട എന്ന് പറയാനുള്ള ഒരു ആർജവം ഈ ആചാരപ്രേമികൾക്കും ആനപ്രേമികൾക്കുമൊക്കെ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ നിങ്ങളുമായി ഈ കാര്യം പങ്കുവയ്ക്കുന്നത്. നൂതന സങ്കേതങ്ങളുണ്ട്. നൂതന സാങ്കേതിക വിദ്യയിലൂടെ ഇതൊക്കെ വളരെ മനോഹരമായി അപകടരഹിതമായി ചെയ്യാൻ കഴിയുന്ന വിദ്യകൾ നമ്മുടെ നാട്ടിൽ തന്നെ സ്റ്റാർട്ടപ്പുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് അത്തരം സംഭവങ്ങൾ പരീക്ഷിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് ഇത്തരം വലിയ ആഘോഷങ്ങളിൽ അത്തരം സാങ്കേതിക സംഭവങ്ങൾ, പരിജ്ഞാനങ്ങൾ ഉപയോഗിച്ച് അപകടരഹിതമായി ആഘോഷങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്നത് വലിയ ചോദ്യം തന്നെയാണ്. പൂരം വേണ്ട എന്നല്ല, പൂരം വേണം. പൂരപ്രേമികളോടൊന്നും നമുക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ഈ വലിയ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ഇത്ര അധികം ആനകളെ കൊണ്ടു നിർത്തി ഇങ്ങനെ വെയിൽ കൊള്ളിക്കണോ എന്നത് വലിയ ചിന്തയാണ്. രണ്ടാമത്, ഇത്രയും ആൾക്കൂട്ടത്തിനിടയ്ക്ക് വലിയ വെടിക്കെട്ടും ഷോയും ഒക്കെ നടത്തേണ്ട ആവശ്യമുണ്ടോ? അപകടം എവിടെയും പതിയിരിക്കുന്നുണ്ട്. ഈ അപകടങ്ങളിൽ നഷ്ടപ്പെടുന്ന സാധാരണക്കാരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ധനസഹായം നൽകും, ചികിത്സാ സഹായം നൽകും. അതൊക്കെ ഒരു വശത്താണ്. പക്ഷേ ആൾനാശം സംഭവിക്കുന്നത്, അതിൻ്റെ ആഘാതം സംഭവിക്കുന്നത് ഒരുപാട് ജനങ്ങൾക്കാണ്. ഇത് മുൻനിർത്തിയെങ്കിലും വെടിക്കെട്ട് വേണമോ കമ്പം വേണമോ എന്ന പുനർവിചിന്തനം ഇനിയെങ്കിലും നടത്തി തുടങ്ങണം. വേണ്ട എന്ന ആദ്യ അഭിപ്രായക്കാരിൽ ഒരാളായിരിക്കും ഞാനെന്ന കാര്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പങ്കുവയ്ക്കട്ടെ. നമുക്കിതിൻ്റെ ആവശ്യമില്ല. എന്തിനാണ് ഈ ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്?